അടുത്തത് നമുക്ക് നോക്കാം. കാലം. കാലത്രയുണ്ട്. ത്വം കാലത്രയാതീത. നമ്മൾ ഗണപതി അഥർവ ശീർഷോപനിഷത്തിലെ മന്ത്രമാണ്. ത്വം അവസ്ഥാത്രയാതീത ത്വം കാലത്രയാതീത. അവിടെ ഗണപതിയാണ് ബ്രഹ്മം. ഗണപതി എന്ന് പറഞ്ഞാൽ ഉടനെ ഇനി ആനത്തലയും വയറൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ബ്രഹ്മത്തിൻ്റെ പര്യായമാണ് ഗണപതി. അതിപ്പം അറിയാത്തത് കാരണം അതിനൊരു രൂപം സങ്കല്പിച്ചു, അതിനറിയുന്നത് വരെ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടായി ഗണപതി. കാലത്രയത്തിന് സാക്ഷി. ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മൂന്നും ഞാൻ അറിയുന്നുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് എനിക്ക് ചിന്തകളുണ്ട്. എൻ്റെ ഭാവി കാലത്തിനെ കുറിച്ച് ഇത്ര ഏജ് ഇന്നത് എന്നൊക്കെ അല്ലേ. ഭാവി കാലത്തിനെ കുറിച്ച് ആർക്കാ ചിന്തയില്ലാത്തത്? അതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് മെഡിക്കൽ ഇൻഷുറൻസും മറ്റ് ലൈഫ് ഇൻഷുറൻസും ഒക്കെ എടുത്തു വെക്കുന്നത് ഇല്ലേ. കുട്ടികളും മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളുടെ പേരിലൊക്കെ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ ഭാവിയൊക്കെ എന്താ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ആ കാലത്തിലേക്ക് പോവാൻ സാധിക്കുന്നുണ്ട്, ഭൂതകാലത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം അതും ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ മാറ്റമുണ്ടായിട്ടില്ല. കാലം വന്നു നിന്നുപോയി, പക്ഷെ ഞാൻ മാറിയിട്ടില്ല. അപ്പോൾ കാലത്തിനും മാറ്റമില്ലാത്ത, കാലം കടന്നുപോയതിന് സാക്ഷിയായിട്ട് ഉണ്ട് ഒരു ചൈതന്യം ഉണ്ട്. അപ്പോൾ കാലത്തിൽ മാറാത്ത, കാലം മാറി വരുമ്പോഴും മാറ്റമില്ലാത്ത ഞാൻ ഉണ്ട്. അവസ്ഥകൾ മാറി വരുമ്പോഴും മാറ്റമില്ലാത്ത ഞാൻ ഉണ്ട്. അത് സത്യം. ഈ രണ്ടവസ്ഥകളിലും മാറാതിരിക്കുന്നത് എന്താണോ സത്യം, അത് ബ്രഹ്മലക്ഷണം. അതുള്ളത് കൊണ്ട് ബ്രഹ്മം ഉണ്ട്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈശ്വരനെ കാണാൻ എന്തു വേണം? എന്നിലെ മാറാത്ത ഞാൻ ആരാണ്, ഇല്ലേ എന്താണ് എന്ന് അന്വേഷിച്ചാൽ മതി. അതെവിടെയാണ്? അത് അമ്പലങ്ങളിലാണോ? അമ്പലങ്ങളിലുണ്ട്, വിഗ്രഹ രൂപത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് എവിടെയാണ്? എന്നിലാണ്. ഇനി എന്നിലേക്കുള്ളൊരു യാത്രയാണ് ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ. അത് എന്നിലാണ്. എൻ്റെ എല്ലാ അവസ്ഥകളെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മിക്കുന്ന ഞാൻ ആരാണ്? ഇങ്ങനെ നമ്മൾ അന്വേഷിക്കാം. ഹൂ അമൈ, ഞാൻ ആരാണ്? അപ്പോഴാണ് ആ ഞാൻ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി. ഇതാണ് സത്യം എന്നൊരു വാക്കിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാറ്റമില്ലാത്തത്, ഒരു കാലത്തും മാറ്റമില്ലാത്ത എന്താണോ ഉള്ളത് അത് ബ്രഹ്മം. ഇപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് ഒരു ലക്ഷണം പറഞ്ഞു തന്നു. ഇതിനെ നോക്കിയാൽ കാണോ? ഇല്ല. തൊട്ടു നോക്കാൻ പറ്റുമോ? ഇല്ല. മണത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതെൻ്റെ അനുഭവമാണ്, എല്ലാവരും അനുഭവമാണോ? അതില്ലെന്ന് ആർക്കാ പറയാൻ പറ്റില്ല. അപ്പോൾ ബ്രഹ്മം ഉണ്ട്, അത് എൻ്റെ അനുഭവമാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈശ്വരാനുഭൂതി പറഞ്ഞ അനുഭവമാണ്. ഈശ്വര ദർശനം എന്ന് പറഞ്ഞ അനുഭവമാണ്. അത് കണ്ണുകൊണ്ട് കാണലല്ല, അനുഭൂതി തലത്തിൽ അറിയലാണ് ഈശ്വരൻ. സത്യം. അടുത്തത് ജ്ഞാനം. ജ്ഞാനം എന്നുള്ളതിന് നോളജ് എന്നാണ് പൊതുവെ നമ്മൾ കാണുക. പക്ഷേ ആ അറിവല്ല ഇതിൽ പറയുന്ന ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സാക്ഷിയായിരിക്കുക. സാക്ഷിയായിരിക്കുമ്പോൾ എന്താ അറിയും? ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ നിൽക്കണം. നമ്മുടെ മുന്നിൽ കൂടെ പലരും അങ്ങോട്ടും പോകുന്നുണ്ടാവും, ഇങ്ങോട്ടും പോകുന്നുണ്ടാവും, ചിലത് ഉണ്ടായിട്ട് ഇല്ലാണ്ടാവുന്നതൊക്കെ കാണും. ഇതൊക്കെ ആ വ്യക്തി അറിയുന്നുണ്ട്. ഈ അറിവിനാണ് ജ്ഞാനം എന്ന് പറയാം. അതെങ്ങനെയാണ്? അതെവിടെയാണ് നമ്മൾ അറിയാം? ബോധത്തിലാണ് അത് അറിയുന്നത്. നമ്മളുടെ ബോധത്തിലാണ് അനുഭവങ്ങൾ വന്നു നിന്നു കടന്നു പോകുന്നത്. ബോധമണ്ഡലത്തിൽ തെളിയുന്ന ചിന്തകളാണ് അനുഭവങ്ങൾ. അങ്ങനെ എൻ്റെ വ്യാഖ്യാനം തന്നെ എങ്ങനെയാണ്? ബോധത്തിൽ ഘനീഭവിക്കുന്ന ചിന്തകളാണ് അനുഭവങ്ങൾ. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ അനുഭവത്തിൻ്റെയും സമയത്ത് നമ്മൾ ഈ ഡെഫിനിഷൻ ഓർമ്മിച്ചു കഴിഞ്ഞാൽ, എത്ര തന്നെ പ്രശ്നമുള്ള കേസുകളാവട്ടെ, അനുഭവങ്ങളാവട്ടെ, ഉടനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം, ഇത് എൻ്റെ ബോധതലത്തിൽ ഒരു ചിന്ത വന്ന് അനുഭവമായിട്ട് പ്രകടമാവുന്നതാണ്. ആ കുറച്ച് കാലത്തേക്കാണ്. അടുത്ത ചിന്ത വരുമ്പോൾ ഇത് പോകും. പിന്നുള്ളത് ഓർമ്മകളാണ്. ഇല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചൊരു ചിന്ത വരുമ്പോൾ നമുക്കുള്ളത് ആശങ്കകളാണ്, പ്രതീക്ഷകളാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കണക്ക് കൂട്ടുകയാണ്. കഴിഞ്ഞു പോയത് മാറ്റാൻ പറ്റില്ല, നമുക്ക് ഓർമ്മകളാണുള്ളത്. അപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം, അതെല്ലാവരും അറിയുന്നതാണ്. അറിവിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ആ അറിവിനെയാണ് ജ്ഞാനം. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബോധം, ശുദ്ധബോധം. അത് ഈ മറ്റേ ബോധം കെട്ടുപോയി എന്ന് പറയുന്ന ബോധമല്ല.
ബോധം കെട്ടുപോയി എന്ന അറിവിനും സാക്ഷിയായിരിക്കുന്നു. എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആത്മപ്രകാശം എന്നാ പറയാം. ആത്മപ്രകാശം പറയുമ്പോഴേന് വാക്കിന് സംശയമാണ്. ഇതെന്തെങ്ങനെ ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് നോക്കണ പോലെ. എന്തുകൊണ്ടങ്ങനെ ആത്മപ്രകാശം എന്ന് പറയാൻ കാരണം, ഇരുട്ടത്തുള്ളൊരു വസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ പ്രകാശം വേണം. പ്രകാശമുണ്ടെങ്കിലേ കണ്ണിന് കാണാൻ പറ്റുള്ളൂ ഒരു വസ്തുവിനെ. അപ്പോൾ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം എന്താണ് എന്ന് ചോദിക്കും. അതിനാണ് ആത്മപ്രകാശം. ആത്മസാന്നിധ്യത്തിലെ അനുഭവങ്ങളുള്ളൂ. ഇപ്പം എന്ത് കാണണമെങ്കിലും വെളിച്ചം വേണം. പക്ഷെ നമ്മൾ ഇരുട്ട് കാണുന്നുണ്ട്. നല്ല കൂരാകൂരി ഇരുട്ട് നമ്മൾ റൂമിൽ കൊണ്ടുപോയി നമ്മൾ അടച്ചു വെച്ചു. ഒന്നും കാണില്ല, ഒരു വസ്തുവിനും കാണില്ല. അപ്പോഴും ഞാൻ ഉണ്ട് എന്ന അനുഭവം നമുക്കുണ്ട്. എത്ര ഇരുട്ടത്ത് പോയിട്ടുണ്ടാകും, ഞാനുണ്ട്. അപ്പം ആ ഞാനിനെ കാണിച്ചു തന്ന ആരാണ്? ഇരുട്ടിനെ കാണിച്ചു തന്ന ആരാണ്? ഇരുട്ടിന് വെളിച്ചം ടോർച്ച് അടിച്ച് നോക്കിയാൽ കാണുമോ? ഇല്ല. എവിടേക്ക് ടോർച്ചിന്റെ വെളിച്ചം വരുന്ന ഇരുട്ട് അവിടെ ഇല്ലാണ്ടോ? പണ്ട് സൂര്യനോട് ആരോ ഇരുട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സൂര്യൻ ചോദിച്ചത്ര, ഇരുട്ടോ അതെന്താ സാധനം? സൂര്യൻ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ ഇരുട്ടിനെ. സൂര്യൻ അങ്ങോട്ട് പോകുന്ന അവിടുന്ന് ഇരുട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ നമ്മൾ ഇരുട്ടിനെ അറിയുന്നുണ്ട്. അപ്പോൾ ഇരുട്ടിനെയും വെളിച്ചത്തിനെയും കാണിച്ചു തരുന്ന പ്രകാശം എന്താണ്? ആത്മപ്രകാശം. അതുകൊണ്ട് അതിനെ പ്രകാശം എന്ന് പറഞ്ഞാൽ അനുഭവത്തിനെ അനുഭവിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പ്രകാശം എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ബോധം. ബോധമുണ്ടെങ്കിലേ ഇതൊക്കെ നമ്മൾ, ആ ബോധത്തിൻ്റെ പേരാണ് ജ്ഞാനം. അങ്ങനെ ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടല്ലോ. ഏത് നിരീശ്വരവാദിയോട് ചോദിച്ചു കഴിഞ്ഞാലും ഉണ്ട്. അനുഭവങ്ങൾക്ക് സാക്ഷിയാണ് അയാൾ. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇല്ല, ഒരു തർക്കം വന്നു, തർക്കം ഞാൻ തോറ്റുപോകുന്നു തോന്നുമ്പോൾ പിന്നെ അത് കുതർക്കവും പലതും വേണ്ടതും വേണ്ടാത്ത പോലെയൊക്കെ നമ്മളെ ടി വിയിൽ അന്തിച്ചർച്ച പോലെ പല ബഹളങ്ങളും ഉണ്ടാവും. പക്ഷേ പണ്ടൊക്കെ ഈ സംവാദങ്ങൾ, ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ജയിക്കാൻ വേണ്ടി വാദിക്കില്ല, അറിവുകൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് പറയാം. അപ്പോൾ അതിൽ സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കും, തിരുത്തപ്പെടേണ്ടത് തിരുത്തും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ജ്ഞാനം എന്ന് പറയുമ്പം ബോധം. എന്നിലെ ഞാൻ എന്ന ബോധം എല്ലാവർക്കും ഉണ്ട്. ആ ബോധത്തിലാണ് അവസ്ഥാത്രയങ്ങൾ വന്നു നിന്ന് പോകുന്നത്. ബോധത്തിനൊരിക്കലും മാറ്റമില്ല. അതുകൊണ്ട് അത് സത്യമാണ്, ജ്ഞാനമാണ്.